Today onwards, we will discuss Module 2, Module 3 topics. So, let's see the syllabus. The syllabus includes multi-pressure systems, multi-compression and multiple evaporator systems. Then intercooling, flash intercooling and flash gas removal. Then different combinations of evaporator and compressor for different applications. Then cascade systems. Then refrigerant and their properties, eco-friendly refrigerants, mixed refrigerants, then selection of refrigerants for different application purpose. Then vapor absorption system, that is ammonia water system, then lithium bromide system, electrolytic system, and last one is steam jet refrigeration. ഇപ്പോൾ നമ്മൾ RACയുടെ മോഡ്യൂൾ 3യിലേക്ക് പോവുകയാണ്. മോഡ്യൂൾ 3യുടെ സിലബസ് ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വേപ്പർ അബ്സോർഷൻ റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. ആ പേരിൽ പറയുന്ന പോലെ തന്നെ വേപ്പറിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ആകുമ്പോൾ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പറിനെ ഒരു കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് കംപ്രസ് ചെയ്തിട്ടാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ബട്ട് വേപ്പർ അബ്സോർഷൻ സിസ്റ്റത്തിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പറിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ വേപ്പർ അബ്സോർഷൻ സിസ്റ്റം യൂസസ് ഹീറ്റ് എനർജി ഇൻസ്റ്റെഡ് ഓഫ് മെക്കാനിക്കൽ എനർജി ആസ് ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം in order to change the condition of the refrigerant required for the operation of the refrigeration cycle. അപ്പോൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റവും വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റവും തമ്മിൽ നോക്കുകയാണെങ്കിൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നമ്മളൊരു മെക്കാനിക്കൽ എനർജി കംപ്രസറിലൂടെ കൊടുത്തുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെങ്കിൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന് അവിടെ ഹീറ്റ് എനർജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് എനർജിയുടെ ബേസിലായിരിക്കും ആ സിസ്റ്റം വർക്ക് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് കാണും. ഓക്കെ, ഇൻ ദ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ദ കംപ്രസർ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ അബ്സോർബർ, പമ്പ്, ജനറേറ്റർ ആൻഡ് എ പ്രഷർ റെഡ്യൂസിങ് വാൽവ്. അപ്പോൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നമുക്കൊരു കംപ്രസറുണ്ട്, കണ്ടൻസറുണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്. എന്നാൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ ഈ കംപ്രസറിനെ റീപ്ലേസ് ചെയ്ത് 4 ഡിവൈസസുകളാക്കി മാറ്റും. എന്നുവെച്ചാൽ കംപ്രസർ പകരം 4 ഡിവൈസുകളാണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ. അബ്സോർബർ, പമ്പ്, ജനറേറ്റർ, പ്രഷർ റെഡ്യൂസിങ് വാൾവ്. ഈ 4 ഡിവൈസുകളായിരിക്കും വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ ഉള്ളത്. കംപ്രസറിൻ്റെ റോളിന് പകരം ഈ 4 ഡിവൈസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അമോണിയ വാട്ടർ സിസ്റ്റമാണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുക. അവിടെ അമോണിയ എന്ന് പറയുന്നതാണ് റെഫ്രിജറൻറ്റ്, വാട്ടർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ട് മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റമാണ്. ഇപ്പോൾ സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ ഇവാപ്പറേറ്റർ ഉണ്ട്, അതുപോലെ കണ്ടൻസറുണ്ട്, ഓക്കെ, എക്സ്പാൻഷൻ വാൽവും ഉണ്ട്. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലുള്ള അതേ പാർട്സുകളുണ്ട്, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ. പക്ഷേ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലുള്ള കംപ്രസർ ഇല്ല. പകരം ആ കംപ്രസറിനെ റീപ്ലേസ് ചെയ്യുന്നത് ഈ 4 പാർട്സാണ്. ഏതൊക്കെയാണ്? അബ്സോർബർ, ദെൻ പമ്പ്, ദെൻ ജനറേറ്റർ, ദെൻ ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവ്. ഇപ്പോൾ ഈ 4 കമ്പോണൻറ്റുകൾ കംപ്രസറിനെ റീപ്ലേസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് നോക്കാം. സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയയാണ്. ഹിയർ കംപ്രസർ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ അബ്സോർബർ, എ പമ്പ്, എ ജനറേറ്റർ ആൻഡ് എ പ്രഷർ റെഡ്യൂസിങ് വാൽവ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അമോണിയ റെഫ്രിജറൻ്റ് ആണ്. അപ്പോൾ അമോണിയ വേപ്പർ കണ്ടൻസറിലൂടെ കടന്നു പോകുന്നു. കണ്ടൻസർ ആ അമോണിയ വേപ്പറിനെ അമോണിയ ലിക്വിഡാക്കി മാറ്റുന്നു. ദെൻ അതിനുശേഷം ആ ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്ത് ഇവാപ്പറേറ്ററിൽ കൂടെ പോകുന്നു. എഗെയിൻ അമോണിയ വേപ്പർ ആകുന്നു. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നമുക്ക് ഓൾറെഡി അറിയാം.
നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന ഈ അമോണിയ വേപ്പർ നേരെ അബ്സോർബറിലേക്ക് പോകുന്നു. അബ്സോർബറിൽ വാട്ടർ ഉണ്ട്. വാട്ടർ എന്ത് ചെയ്യുന്നു? ഈ അമോണിയനെ അബ്സോർബ് ചെയ്ത് അക്വ അമോണിയ സൊല്യൂഷനായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ഈ അമോണിയ വേപ്പറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് റിജക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അബ്സോർബറിൽ ഒരു ഹീറ്റ് ലിബറേഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അബ്സോർബറിൽ ഒരു കൂളിംഗ് അറേഞ്ച്മെൻറ്റ് ആവശ്യമാണ് ഈ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അബ്സോർബറിൽ ഒരു കൂളിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇനി ഈ അബ്സോർബറിലുള്ള വെള്ളം ഈ അമോണിയ വേപ്പറിനെ അബ്സോർബ് ചെയ്യുന്നു. ആ അമോണിയ വേപ്പർ അബ്സോർബ് ചെയ്യുന്ന ആ റേറ്റിംഗ് ആ റേറ്റ് കൂട്ടാൻ വേണ്ടിയും നമ്മൾ കൂളിംഗ് സിസ്റ്റം കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് അബ്സോർബറിൻ്റെ ഡ്യൂട്ടി. ആ പേര് പോലെ തന്നെ അത് അബ്സോർബ് ചെയ്യുന്നു. ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന അമോണിയ വേപ്പറിനെ ഈ അബ്സോർബർ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അബ്സോർബറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. വാട്ടർ അമോണിയ വേപ്പറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന മൂലം അബ്സോർബറിലെ ടെമ്പറേച്ചർ കൂടാം. അങ്ങനെ ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആയിട്ട് കൂടുകയാണ് എങ്കിൽ ഈ വാട്ടർ അമോണിയനെ അബ്സോർബ് ചെയ്യുന്ന റേറ്റ് കുറയും. സോ അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഹീറ്റ് അബ്സോർബറിൽ ഡെവലപ്പ് ആകുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്ത് കളയാൻ നമ്മളൊരു കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വാട്ടർ അമോണിയനെ അബ്സോർബ് ചെയ്ത് അക്വ അമോണിയ സൊല്യൂഷനായി മാറുന്നു. അതൊരു സ്ട്രോങ് സൊല്യൂഷനായി മാറുന്നു. അക്വ അമോണിയ സ്ട്രോങ് സൊല്യൂഷൻ. ഈ സൊല്യൂഷനെ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്ത് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ജനറേറ്ററിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ജനറേറ്ററിൽ നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു ഹീറ്റ് സപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, മേ ബി സ്റ്റീം ഉപയോഗിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യാം. എനിവേ, ഈ ജനറേറ്ററിലുള്ള സ്ട്രോങ് അക്വ അമോണിയ സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയ വേപ്പർ സെപ്പറേറ്റഡ് ആവുന്നു. ദെൻ ജനറേറ്ററിൽ മിച്ചമുള്ളത് വീക്കായിട്ടുള്ള സൊല്യൂഷനാണ്. മീൻസ് അക്വ അമോണിയ വേപ്പർ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ ആ വാട്ടറിനകത്ത്. സോ ആ ഒരു സൊല്യൂഷനാണ് വീക്ക് സൊല്യൂഷൻ. അപ്പോൾ വാട്ടറിനകത്ത് അമോണിയ സൊല്യൂഷൻ അല്ലെങ്കിൽ അമോണിയ അമോണിയ ഉണ്ട് എങ്കിൽ നമ്മളതിനെ സ്ട്രോങ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ദെൻ അമോണിയയുടെ എമൗണ്ട് വാട്ടറിൽ കുറവാണെങ്കിൽ വീക്ക് സൊല്യൂഷൻ എന്ന് വിളിക്കും. സോ അപ്പോൾ ജനറേറ്ററിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അമോണിയ വേപ്പർ ആ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നു. ദെൻ ആ വീക്ക് സൊല്യൂഷൻ എഗെയിൻ ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവിലൂടെ കടന്നുപോയി അബ്സോർബറിലേക്ക് തിരിച്ചു പോകുന്നു. എഗെയിൻ ഈ അബ്സോർബറുള്ള വെള്ളം ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന അമോണിയ വേപ്പറിനെ അബ്സോർബ് ചെയ്യുന്നു. ദെൻ എഗെയിൻ പമ്പ് ചെയ്ത് ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇതൊരു സൈക്ലിക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ ജനറേറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന ഈ അമോണിയ വേപ്പറിനെ കണ്ടൻസറിലൂടെ കടന്നു പോകുന്നു. എഗെയിൻ ലിക്വിഡ് ആവുന്നു. ദെൻ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, ഇവാപ്പറേറ്ററിലൂടെ കടന്നു പോകുന്നു. ദെൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. ഇതാണ് സിമ്പിൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഇവാപ്പറേറ്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന വേപ്പറിനെ അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് വേപ്പർ അബ്സോർപ്ഷൻ പ്രോസസ്സ് എന്ന് വന്നു. ഇനി ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ പമ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ഇൻപുട്ടും ദെൻ ജനറേറ്ററിന് കൊടുക്കുന്ന ഒരു ഹീറ്റ് ഇൻപുട്ട്. അപ്പോൾ മേജർ ഇൻപുട്ട് എന്ന് പറയുന്നത് ജനറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഇൻപുട്ടാണ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് സൊല്യൂഷനും വീക്ക് സൊല്യൂഷനുണ്ട്. സ്ട്രോങ് സൊല്യൂഷനകത്ത് അമോണിയ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, വീക്ക് സൊല്യൂഷനകത്ത് അമോണിയ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുക. അപ്പോൾ നമുക്ക് ജനറേറ്ററിലേക്ക് നമ്മളൊരു ഹീറ്റ് ആഡ് ചെയ്യണം, എങ്കിലാണ് അമോണിയ വേപ്പർ ആ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ആവുക. അപ്പോൾ അതുപോലെ തന്നെ അബ്സോർബറിൽ അവിടെ ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ വാട്ടർ അമോണിയനെ അബ്സോർബ് ചെയ്യുന്ന ആ റേറ്റ് നമുക്ക് കൂട്ടാൻ സാധിക്കൂ. ഓക്കെ, ഫസ്റ്റ് പാർട്ട് അബ്സോർബർ. അമോണിയ വേപ്പർ ലീവ്സ് ദ ഇവാപ്പറേറ്റർ ആൻഡ് എൻറ്റേഴ്സ് ദ അബ്സോർബർ where it dissolves and reacts with water to form aqua ammonia. അപ്പോൾ അമോണിയ വേപ്പർ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്നത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ അതിനെ അബ്സോർബ് ചെയ്ത് അക്വ അമോണിയ എന്ന് പറയുന്ന ഒന്നായി മാറുന്നു. ദിസ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ദസ് ഹീറ്റ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് റിജക്ഷൻ നടക്കും. ഹീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ ഈ അമോണിയനെ അബ്സോർബ് ചെയ്യുന്നത് മൂലം ഹീറ്റ് എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. Then the amount of NH3 that can be dissolved in H2 is inversely proportional to the temperature. അപ്പോൾ അമോണിയ വാട്ടർ അമോണിയ അബ്സോർബ് ചെയ്തോറും എന്ത് ചെയ്യുന്നു, ആ അബ്സോർബറിലെ ടെമ്പറേച്ചർ കൂടുന്നു. അങ്ങനെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് അബ്സോർഷൻ കുറയും. സോ അതുകൊണ്ട് ആ അബ്സോർബറിൽ ഒരു കൂളിംഗ് അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. Therefore it is necessary to cool the absorber to maintain its temperature as low as possible, hence to maximize the amount of NH3 dissolved in water. അപ്പോൾ വാട്ടറിൽ മാക്സിമം അമോണിയ ഡിസോൾവ്ഡ് ആകാൻ വേണ്ടിയാണ് നമ്മൾ അബ്സോർബറിൽ ഒരു കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കൂളിംഗ് അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. The NH3 plus H2O solution or aqua ammonia solution which is rich in ammonia, NH3 called strong solution, is then pumped to the generator. അപ്പോൾ സ്ട്രോങ് സൊല്യൂഷനെ നമ്മൾ ജനറേറ്ററിലേക്ക് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ചെയ്യുന്നു. ദ പമ്പ് ഇൻക്രീസസ് ദ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. പമ്പ് ആ ഒരു സ്ട്രോങ് സൊല്യൂഷൻ്റെ പ്രഷർ കൂട്ടുന്നു. എ സ്ട്രോങ് അമോണിയ സൊല്യൂഷൻ കണ്ടെയ്ൻസ് ആസ് മച്ച് ammonia as possible, whereas weak ammonia solution contains considerably less ammonia. അപ്പോൾ സ്ട്രോങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് അമോണിയയുടെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. വീക്ക് സൊല്യൂഷനകത്ത് അമോണിയയുടെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദെൻ അടുത്ത പാർട്ടാണ് ജനറേറ്റർ. ദ സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഇൻ ദ ജനറേറ്റർ ഈസ് ഹീറ്റഡ് ബൈ സം എക്സ്റ്റേണൽ സോഴ്സസ് സച്ച് എസ് ഗ്യാസ് ഓർ സ്റ്റീം. അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഹീറ്റ് സോഴ്സ് കൊടുക്കുന്നു. മേ ബി അതൊരു ഹീറ്റിംഗ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാം, ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യാം. എനിവേ നമ്മൾ ആ ജനറേറ്ററിൽ ഹീറ്റ് കൊടുക്കുന്നു, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ദ ഹീറ്റിംഗ് പ്രോസസ് ദ അമോണിയ വേപ്പർ ഈസ് ഡ്രിവൺ ഓഫ് ദ സൊല്യൂഷൻ അറ്റ് ഹൈ പ്രഷർ, ലീവിങ് ബിഹൈൻഡ് ദ ഹോട്ട് വീക്ക് അമോണിയ സൊല്യൂഷൻ ഇൻ ദ ജനറേറ്റർ. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയ വേപ്പർ സെപ്പറേറ്റ് ആവുന്നു. അപ്പോൾ മിച്ചം ജനറേറ്ററിൽ ഉണ്ടാവുക വീക്ക് അമോണിയ സൊല്യൂഷൻ ആയിരിക്കും. Then this weak ammonia solution flows back to the absorber at low pressure after passing through the pressure reducing valve. Then pressure reducing valve കടന്ന് അതിൻ്റെ പ്രഷർ കുറഞ്ഞ് ആ വീക്ക് സൊല്യൂഷൻ അബ്സോർബറിൽ തിരിച്ചെത്തുന്നു. The high pressure ammonia vapor from the generator is fed to the condenser. അപ്പോൾ ജനറേറ്ററിൽ ഉണ്ടാകുന്ന ഹൈ പ്രഷർ അമോണിയ വേപ്പർ ദെൻ കണ്ടൻസറിലൂടെ പാസ് ചെയ്യുന്നു. ദെൻ അത് എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ, അങ്ങനെ ഈ ഒരു സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ, ദ ഹൈ പ്രഷർ അമോണിയ വേപ്പർ ഫ്രം ദ ജനറേറ്റർ ഈസ് കണ്ടൻസ്ഡ് ഇൻ ദ കണ്ടൻസർ ടു എ ഹൈ പ്രഷർ ലിക്വിഡ് അമോണിയ. അപ്പോൾ കണ്ടൻസർ ഹൈ പ്രഷർ അമോണിയ വേപ്പറിനെ ഹൈ പ്രഷർ ലിക്വിഡ് അമോണിയ ആക്കി മാറ്റുന്നു. Then this liquid ammonia is expanded in the expansion valve to a low pressure value. എക്സ്പാൻഷൻ വാൽവ് ആ ലിക്വിഡ് അമോണിയനെ, ഹൈ പ്രഷറിലിരിക്കുന്ന ലിക്വിഡ് അമോണിയനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നു. എക്സ്പാൻഡ് ചെയ്ത് ലോ ടെമ്പറേച്ചർ, ലോ പ്രഷർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. ദെൻ ദിസ് ലോ പ്രഷർ ലിക്വിഡ് അമോണിയ ഈസ് ഇവാപ്പറേറ്റഡ് ഇൻ ദ ഇവാപ്പറേറ്റർ ആൻഡ് കംപ്ലീറ്റ്സ് ദ സൈക്കിൾ. ദെൻ ഇവാപ്പറേറ്ററിലൂടെ കടന്നുപോയി അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നു. എഗെയിൻ അത് അബ്സോർബർ, ജനറേറ്റർ, അങ്ങനെ ആ ഒരു സൈക്കിൾ എഗെയിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് വേപ്പർ അബ്സോർഷൻ സിസ്റ്റം. ദെൻ അഡീഷണൽ ഫീച്ചേഴ്സ്. ദ വേപ്പർ വിച്ച് ഈസ് റിച്ച് ഇൻ NH3 പാസസ് ത്രൂ എ റെക്ടിഫയർ. നമുക്ക് അഡീഷണൽ ആയിട്ട് ചില ഫീച്ചേഴ്സും കൂടെ ഒരു പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന വേപ്പർ അബ്സോർഷൻ സിസ്റ്റത്തിൽ വരും. ഈ കാണുന്ന രീതിയിൽ ഇവാപ്പറേറ്റർ ഉണ്ട്. ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന വേപ്പർ അബ്സോർബറിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അബ്സോർബറിൽ നമുക്കറിയാം സ്ട്രോങ് സൊല്യൂഷൻ ഉണ്ട്. ആ സ്ട്രോങ് സൊല്യൂഷനാണ് ജനറേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ജനറേറ്ററിലേക്ക് പോകുമ്പോൾ അതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നു പോകുന്നു. എഗെയിൻ ജനറേറ്ററിൽ നിന്ന് തിരിച്ച് വരുന്ന വീക്ക് സൊല്യൂഷനും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നു വരുന്നു. ഇനി അങ്ങനെ വരുമ്പോൾ ജനറേറ്ററിൽ നിന്ന് തിരിച്ചു വരുന്ന വീക്ക് സൊല്യൂഷൻ അത് അതിൻ്റെ ഹീറ്റ് ജനറേറ്ററിലേക്ക് പോകുന്ന സ്ട്രോങ് സൊല്യൂഷന് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ
നമ്മൾ ജനറേറ്ററിൽ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റിൻ്റെ എമൗണ്ട് കുറയുന്നു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വെക്കുക. അതായത് ജനറേറ്ററിൽ നിന്ന് തിരിച്ച് അബ്സോർബറിലേക്ക് പോകുന്ന വീക്ക് സൊല്യൂഷൻ അതിൻ്റെ ഹീറ്റ് അബ്സോർബറിൽ നിന്ന് ജനറേറ്ററിലേക്ക് പോകുന്ന സ്ട്രോങ് സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ സ്ട്രോങ് സൊല്യൂഷൻ കുറച്ചും കൂടെ ഹീറ്റ് ആവുന്നു ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ കടന്നു പോകുമ്പോൾ. ദെൻ അത് ജനറേറ്ററിൽ പോകുമ്പോൾ ജനറേറ്ററിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ഹീറ്റ് സപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിലൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ ഇൻബിൽഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അടുത്തൊരു ഡിവൈസും കൂടെ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യും, റെക്ടിഫയർ എന്ന് പറയുന്ന ഡിവൈസ്. ജനറേറ്ററിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ അമോണിയ വേപ്പർ ഒരു റെക്ടിഫയറിലൂടെ കടന്നു പോയിട്ടായിരിക്കും അത് കണ്ടൻസറിലേക്കൂടെ പോവുക. റെക്ടിഫയർ അതിനകത്ത് എന്തെങ്കിലും വാട്ടർ പാർട്ടിക്കിൾസ് ഉണ്ട് എങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റെക്ടിഫയർ യൂസ് ചെയ്യുക. ദെൻ ഈ വാട്ടർ പാർട്ടിക്കിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാട്ടർ പാർട്ടിക്കിൾസ് അഗെയിൻ അത് ജനറേറ്ററിലേക്ക് തിരിച്ചത് റിട്ടേൺ ചെയ്യിപ്പിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെക്ടിഫയർ. സോ അത്തരത്തിലൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ റീജനറേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു റെക്ടിഫയറും പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അഗെയിൻ ഈ ജനറേറ്ററിൽ കൊടുക്കുന്ന ഹീറ്റ് ഒരു സോളാർ എനർജി ആകാം, അതല്ല എങ്കിൽ ഒരു ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാം, സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യാം. അങ്ങനെ ഏത് സോഴ്സ് വേണമെങ്കിലും ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. Additional features: the vapor which is rich in ammonia passes through a rectifier which separates the water and returns to generator. അപ്പോൾ പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ ഒരു റെക്ടിഫയറും കൂടെ യൂസ് ചെയ്യും. കാരണം റെക്ടിഫയർ അമോണിയ വേപ്പറിൽ എന്തെങ്കിലും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് എങ്കിൽ ആ വാട്ടറിനെ റിമൂവ് ചെയ്ത് തിരിച്ച് ജനറേറ്ററിലേക്ക് വിടാൻ വേണ്ടിയാണ് റെക്ടിഫയർ യൂസ് ചെയ്യുക. ദെൻ ദ ഹോട്ട് NH3+ സൊല്യൂഷൻ which is weak in NH3 then passes through a regenerator where it transfers some heat to the rich solution. അതായത് നേരത്തെ പറഞ്ഞ പോലെ വീക്ക് സൊല്യൂഷൻ അതിൻ്റെ ഹീറ്റ് സ്ട്രോങ് സൊല്യൂഷന് കൊടുത്തുകൊണ്ട് സ്ട്രോങ് സൊല്യൂഷനെ കുറച്ചുകൂടെ ഹീറ്റ് ചെയ്യിക്കുന്നു ബിഫോർ എൻട്രിങ് ടു ദ ജനറേറ്റർ. അപ്പോൾ അതിനുവേണ്ടി ഒരു റീജനറേറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പയർഡ് വിത്ത് വേപ്പർ കംപ്രഷൻ സിസ്റ്റം, അബ്സോർഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഹാവ് one major advantage: a liquid is compressed instead of a vapor. The steady flow work is proportional to the specific volume and thus the work input for absorption refrigeration system is very small. അപ്പോൾ as compared to vapor compression system, നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് വർക്ക് ഇൻപുട്ട് കൊടുക്കുക കംപ്രസറിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്രസറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ വർക്ക് ഇൻപുട്ട് ഫോർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സ്മോളാണ്. ഓക്കെ, ദ ഓപ്പറേഷൻ ഓഫ് ദീസ് സിസ്റ്റംസ് ഈസ് ബേസ്ഡ് ഓൺ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ആൻ എക്സ്റ്റേണൽ സോഴ്സ്. ദിയർഫോർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ആർ ഓഫൺ ക്ലാസിഫൈഡ് ആസ് ഹീറ്റ് ഡ്രിവൺ സിസ്റ്റം. അതായത് ഇവിടെ നമ്മൾ ജനറേറ്ററിലേക്ക് ഹീറ്റ് സപ്ലൈ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിനെ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഹീറ്റ് ഡ്രിവൺ സിസ്റ്റം എന്നും വിളിക്കാം. Okay, the absorption refrigeration systems are much more expensive than the vapor compression refrigeration system. അപ്പോൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനേക്കാളും കുറേയും കൂടെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല കോംപ്ലക്സുമാണ്. ആ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന് സ്പേസ് കൂടുതൽ വേണം വർക്ക് ചെയ്യാൻ ആസ് കമ്പയർഡ് ടു വേപ്പർ കംപ്രഷൻ സിസ്റ്റം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിലായാലും എ സിയിലായാലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്, വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം അല്ല. അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആർ പ്രൈമർലി യൂസ്ഡ് ഇൻ ലാർജ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റാളേഷൻസ്. അപ്പോൾ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുക ലാർജ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ്. ദെൻ ഈ ഒരു വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൻ്റെ COP എന്ന് പറയുന്നത് COP ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി ഇവാപ്പറേറ്റർ. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ COP എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് ആണ്. ബട്ട് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം വരുമ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി ഇവാപ്പറേറ്റർ ഓക്കെ ഡിവൈഡ് ബൈ ഇവിടെ നമ്മൾ വർക്ക് ഡൺ ബൈ ദി പമ്പിന് കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ ആ ഇൻപുട്ട് പ്ലസ് ഹീറ്റ് സപ്ലൈഡ് ഇൻ ദ ജനറേറ്റർ.
ജനറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന എത്ര എമൗണ്ട് ഹീറ്റാണോ ആ ഹീറ്റ്. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ COP എന്ന് പറയുന്നത്. COP ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ദി ഇവാപ്പറേറ്റർ ഡിവൈഡ് ബൈ വർക്ക് ഡൺ ബൈ പമ്പ് പ്ലസ് ഹീറ്റ് സപ്ലൈഡ് ഇൻ ദ ജനറേറ്റർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം പഠിക്കും. ഇലക്ട്രോളിക്സ് ടൈപ്പ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം. താങ്ക് യു.